ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ ശിവേലിയുടെ തിടമ്പ് ആണിത്. ഏകദേശം ഒരു 11 കിലോ ഉണ്ട് ഈ തിടമ്പ്, സ്വർണത്തിൻ്റെ തിടമ്പ്. അത് എടുത്തിട്ട് ആനയുടെ പുറത്ത് കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ സേവ ചെയ്യുന്ന കീഴ്ശാന്തിക്കാർക്ക് പ്രയാസം തോന്നാറില്ല ആനപ്പുറത്ത് കയറാനായിട്ട് എന്നാണ്. അപ്പോൾ ഭഗവാന് നിർബന്ധമാണ് എന്ത്, ഭഗവാന് 3 തവണ തൻ്റെ ഭക്തന്മാരെ കാണണം. അകത്തേക്ക് കടക്കാൻ സാധിക്കാത്ത ഭക്തന്മാരെ അങ്ങോട്ട് ദർശനം കൊടുക്കാനായിട്ട് ഭഗവാൻ ആ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് 3 തവണ ഭഗവാൻ 3 പ്രദക്ഷിണം വെക്കണു. എന്തേ, അതിഭയങ്കര തിരക്കിൽ അകത്തേക്ക് പോകാൻ സാധിക്കാത്ത നിസ്സഹായമായി നിൽക്കുന്ന ഭക്തന്മാർക്ക് ദർശനം കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീലകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ പ്രദർശന വരിയിൽ കൂടെ സഞ്ചരിക്കും. ഭഗവാന്റെ കൂടെയുള്ള പാർഷദന്മാരുണ്ട്, അവർക്ക് ബലി കൊടുക്കാനായിട്ടും, അതായത് ശിവേലി, ശ്രീബലി എന്നാണ് പറയുക. ശ്രീബലി എന്നാണ് അതിൻ്റെ, അതാണ് ശിവേലിയായിട്ട് മാറിയത്. അപ്പോൾ ഭഗവാന്റെ ഈ ശിവേലിക്ക് പ്രദക്ഷിണം വയ്ക്കുക, ഭഗവാന്റെ ആ സ്വർണ്ണത്തടമ്പിനെ കാണുക, നമസ്കരിക്കുക എന്നുള്ളത് അതും ആനന്ദദായകം തന്നെയാണ്. ഈ ഒരു ആനന്ദം എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ. എങ്ങനെ തൊഴാൻ പറ്റിയില്ലെങ്കിലും ശിവേലിയുടെ ആ സമയത്ത് ഭഗവാനെ, ആ ശ്രീലകത്തുള്ള ഭഗവാനെ കാണാൻ സാധിക്കും. ശ്രീലകത്തുള്ള ഭഗവാനെയും ശിവേലിയുടെ തിടമ്പും കൂടി ഒന്നിച്ച് കാണാൻ സാധിക്കുന്നത് ഈ ശിവേലി സമയത്താണ്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.